സ്വാഗതം. ഫോട്ടോഷോപ്പിൻ്റെ ഒരു വർക്കിംഗ് വിൻഡോ ആണ് കാണുന്നത് ഡിസ്പ്ലേയിൽ. ഇപ്പോൾ ഫയൽ ഓപ്പൺ എന്ന് പറഞ്ഞ് നമുക്കിവിടെ ഒരു ഫയൽ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഫോട്ടോഷോപ്പ് എന്ന് പറയുന്നത് പിക്സൽ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു എഡിറ്റിംഗ് പ്രോഗ്രാമാണ്. ഇപ്പോൾ ഫയലിൽ ഞാനിപ്പോൾ ഈ വിൻഡോയിലേക്ക് ഒരു ഫോട്ടോഷോപ്പ് JPG വിൻഡോ ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ Ctrl O എന്ന് കീബോർഡിൽ ഷോർട്ട് കീ ടൈപ്പ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഫയലിൽ ഓപ്പൺ ടൈപ്പ് ചെയ്തുകൊണ്ടോ എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഡെസ്ക്ടോപ്പിലെ വർക്ക് ഫയൽ എന്നുള്ളതിൽ നിന്നാണ് പ്രോജക്റ്റ് ഫയൽ എന്നുള്ളതിൽ നിന്ന് ചാപ്റ്റർ 1 നിന്ന് ഞാനിവിടെ ഈ ഒരു ഫയൽ ഓപ്പൺ ചെയ്യുകയാണ്. ഈ JPG ഇമേജ് 1.31 MB ഉള്ള ഫയൽ ഓപ്പൺ ചെയ്യുകയാണ്. ഈ ഫയലിൽ ഇപ്പോൾ ഞാൻ Ctrl+ കീ അടിച്ചുകൊണ്ട് ഇത് ഞാൻ സൂം ചെയ്യുകയാണ്. ഈ സൂം ചെയ്യുമ്പോൾ 3 to 100% ഇവിടെ സൂമിങ് ആയിക്കഴിഞ്ഞു. ഈ ഒരു സംഭവത്തിൽ ഞാനിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു സ്ക്വയർ ഇതിൽ ഇത് കാണാം, ടൈനി ഇൻഡിവിജ്വൽ സ്ക്വയർസ് കാണുന്നുണ്ട്. ഇത് ഇവിടെ വീഡിയോ കാർഡ് സപ്പോർട്ടഡ് അല്ലാത്ത കാരണമാണ് ഇത്. അല്ലെങ്കിൽ ഇത് ഇവിടെ ഒരു കള്ളി ആവുന്ന രീതിയിലായിരിക്കും ഇവിടെ ഡിസ്പ്ലേ ചെയ്യാം. അത് ഇപ്പോൾ ഈ ഒരു ഇതിനെ നമ്മൾ പറയുന്നത് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്, പിക്സൽ എന്ന് പറയുന്നത്. ഈ ഒരു സ്ക്വയറിനാണ് പിക്സൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ Ctrl- എന്ന് ടൈപ്പ് എന്ന് കീബോർഡിൽ ഹിറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഇവിടെ ബാക്ക് വിൻഡോയ്ക്ക് പോകണം. അതേപോലെ Ctrl+ അടിക്കുമ്പോൾ ഇതിവിടെ സൂം ചെയ്ത് കാണാനും, Ctrl- അടിക്കുമ്പോൾ ഇത് ഈ PC-യിലാണ്, ഈ ഡെസ്ക്ടോപ്പ് സാധാ PC-യിലാണ്. നേരെ മറിച്ച് മാക്ക് ഇതിലാണെങ്കിൽ കമാൻഡ്+ എന്ന് പറയുന്ന ഒരു കീ ആയിരിക്കും ഉപയോഗിക്കുക. അപ്പോൾ ഞാൻ Alt+I എന്ന് ടൈപ്പ് ചെയ്തുകൊണ്ട് കീബോർഡിൽ ഷോർട്ട് കീ ടൈപ്പ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഇമേജ് സൈസ് എടുക്കുകയാണ്. ഈ ഇമേജ് സൈസിൽ ഇവിടെ വിഡ്ത്ത് 1600, അതുപോലെ ഹൈറ്റ് 1218 പിക്സലോളം ഉണ്ട്. ഈ രണ്ട് ഹൈറ്റും ചേർന്നുകൊണ്ടാണ് പിക്സൽ ഡയമെൻഷനായി 5.58 MB എന്നുള്ള ഈ ഫയലിൻ്റെ പിക്സൽ ചേർന്നിട്ടുള്ളത്. ഇത് ഞാനിവിടെ ക്യാൻസൽ ചെയ്യാണ്. ഈ ഇമേജ് സൈസ് എന്നുള്ളത് Alt+I എന്നുള്ള ഷോർട്ട് കട്ടും, അതേപോലെ തന്നെ ഇമേജിൽ നിന്നും ഇമേജ് സൈസ് Alt+Ctrl+I എന്നുള്ള ഈ ഷോർട്ട് കട്ടും ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഞാൻ Ctrl- അല്ലെങ്കിൽ Ctrl0 എന്നുള്ള ഓപ്ഷൻ ഷോർട്ട് കീ ഹിറ്റ് ചെയ്യുമ്പോൾ എന്താ എഫക്റ്റ് ചെയ്യുന്നത് നോക്കാം. Ctrl- എന്നുള്ള ഇതിൽ ഞാനിപ്പോൾ ഇതായിരിക്കും. ഇനി വീണ്ടും ഞാൻ Ctrl0 എന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ അതൊക്കെ ഒരൊറ്റ വിൻഡോയിൽ കാണുന്ന രീതിയിൽ ഡിസ്പ്ലേ നമുക്ക് ഫോട്ടോഷോപ്പിൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഞാനൊരു ഫയലും കൂടെ ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പണിൽ ഞാനിവിടെ ഈ Fuji-Resolution.jpg എന്ന രണ്ടാമത്തെ ഫയൽ ഞാനിവിടെ ഓപ്പൺ ചെയ്യുകയാണ്. നെക്സ്റ്റ് വിൻഡോയിൽ ഇതും ഓപ്പൺ ചെയ്ത് ഇനി ഞാൻ ഇതേപോലെ മാക്സിമൈസ് ചെയ്യണം. Ctrl+ അടിച്ചുകൊണ്ട് മാക്സിമൈസ് ചെയ്യുമ്പോൾ അതേപോലെ തന്നെ ഞാൻ മാക്സിമൈസ് ചെയ്യണം. Ctrl+. ഇത് രണ്ടും ഒരേ ഫയൽ തന്നെയാണ് ഞാൻ ഓപ്പൺ ചെയ്തത്. ഞാൻ രണ്ടും ക്ലോസ് ചെയ്തുകൊണ്ട് ഞാനിവിടെ വീണ്ടും ഇതേ രണ്ട് ഫയൽ തന്നെ ഞാൻ ഓപ്പൺ ചെയ്യണം ഈ വിൻഡോയിൽ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരേ സമയം രണ്ട് പേജ് ഞാനിപ്പോൾ ഇത് വീണ്ടും ഞാൻ മാക്സിമൈസ് ചെയ്യാം. ഇത് ഞാൻ മാക്സിമൈസ് ചെയ്യണം 3200. പക്ഷേ ഇത് മൈനസ് ചെയ്യുമ്പോൾ ഇതൊരു 100 പിക്സൽ അല്ലെങ്കിൽ 100 മാക്സിമൈസ് ചെയ്യുമ്പോൾ ഈ ഒരു പിക്ചർ 125, അതേപോലെ തന്നെ ഈ ഒരു പിക്ചർ 125. ഇത് രണ്ടും ഇടുമ്പോൾ റെസൊല്യൂഷൻ ഇതിൻ്റെ സൂം ചെയ്യുമ്പോൾ രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇതിൽ തന്നെ Alt+I അടിച്ചുകൊണ്ട് ഇതിൻ്റെ ഇമേജ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞത് വെറും 558.1 KB ആണ്. അതുകൊണ്ട് ഇത് 125ൽ മാക്സിമൈസ് ചെയ്യുമ്പോൾ ഒരു ക്ലാരിറ്റിയിൽ വ്യത്യാസമുണ്ട്. ഈ നേരെ മറിച്ച് ഇതാവുമ്പോൾ 125ലാവുമ്പോൾ ഒരുപാട് നല്ല പിക്സൽ ഡയമെൻഷൻ കൂടുതലുള്ള കാരണം
നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കും. സ്പേസ് ബാർ കീബോർഡിൽ അടിച്ചുകൊണ്ട് നമുക്കിതിനെ ഇങ്ങനെ നാവിഗേറ്റ് ചെയ്യാൻ പറ്റും ഈ പിക്ചറിന്.